ആകാശഗംഗയിലെ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും തേജസ്സുറ്റതും ധീരവുമായ നക്ഷത്രങ്ങളിലൊന്നാണ് ഉത്രാടം. വിശ്വദേവതകൾ അധിപതികളായി വരുന്ന ഈ നക്ഷത്രം വിജയത്തിന്റെ പ്രതീകമായാണ് അറിയപ്പെടുന്നത്. സൂര്യന്റെ ആധിപത്യമുള്ള നക്ഷത്രമായതിനാൽ തന്നെ ഏതു പ്രതിസന്ധിയിലും തളരാതെ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കാനുള്ള സഹജമായ കഴിവ് നിങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട്. 2026 മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വെറുമൊരു മാസമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു പരിവർത്തന വിളംബരമാണ്. കാലത്തിന്റെ ചക്രഗതിയിൽ ഓരോ മാസവും ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. 2026 മാർച്ച് മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഉത്രാടം നക്ഷത്രക്കാർ ഒരു പുതിയ ഊർജത്തിന്റെ പ്രഭാവലയത്തിലായിരിക്കും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസികമായ ഭാരങ്ങളും അനിശ്ചിതത്വങ്ങളും ഈ മാസം പടിയിറങ്ങാൻ തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വേനലിന്റെ കാഠിന്യം കൂടുന്നതിനൊപ്പം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും പുതിയ ഉന്മേഷം കൈവരുന്ന സാഹചര്യം ഈ മാസം സംജാതമാകും. ധനുക്കൂറിലും മകരക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള അനുഭവങ്ങളാണ് നൽകുന്നത്. ധനുക്കൂറുകാർക്ക് ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ കൂടുമ്പോൾ മകരക്കൂറുകാർക്ക് കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും വലിയ കുതിച്ചുചാട്ടങ്ങൾ ഈ മാസം വാഗ്ദാനം ചെയ്യുന്നു. വിജയം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ഉത്രാടത്തിന്റെ സ്വഭാവം ഈ മാസം അതിന്റെ പൂർണ്ണതയിൽ പ്രകടമാകും. എന്നാൽ ഈ വിജയം അനായാസമായി ലഭിക്കുന്ന ഒന്നല്ല. കഠിനാധ്വാനവും ക്ഷമയും കൃത്യമായ പ്ലാനിങ്ങും കൈമുതലായുള്ളവർക്ക് മാത്രമേ ഈ മാസത്തെ അനുകൂല ഫലങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. ജീവിതത്തിന്റെ പല മേഖലകളിലും നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു കാലഘട്ടമാണിത്. അത് തൊഴിൽ മാറ്റമാകാം, പുതിയ ബിസിനസ് സംരംഭമാകാം, അല്ലെങ്കിൽ കുടുംബപരമായ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാകാം. എന്തുതന്നെ ആയാലും നിങ്ങളുടെ മനസാക്ഷിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ഈ മാസം നിങ്ങളെ പ്രേരിപ്പിക്കും. പഴയ കാലത്തെ പരാജയങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ കൈമുതലാക്കി പുതിയൊരു ഭാവിയെ കെട്ടിപ്പടുക്കാൻ പ്രകൃതി നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. സാമ്പത്തികമായി നോക്കിയാൽ വരവും ചെലവും തുല്യമായി പോകുന്ന അവസ്ഥയാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചില നിക്ഷേപങ്ങളെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കും. കുടുംബജീവിതത്തിൽ സ്നേഹവും കലഹവും മാറിമറിഞ്ഞു വരാമെങ്കിലും പരസ്പര ധാരണയോടെ മുന്നോട്ട് പോയാൽ സമാധാനം നിലനിർത്താൻ സാധിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നത് ഈ മാസത്തെ പ്രധാന മുന്നറിയിപ്പാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിൽ സ്വന്തം ശരീരത്തെ മറന്നു പോകുന്ന പ്രകൃതം ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ട്. അത് ഈ മാസം തിരുത്തേണ്ടി വരും. ഈ വീഡിയോയിലൂടെ നാം ലക്ഷ്യമിടുന്നത് കേവലം ഗുണദോഷങ്ങൾ പറയുക എന്നതല്ല, മറിച്ച് വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ എങ്ങനെ വിവേകപൂർവ്വം നേരിടാമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടിയാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ സൂര്യന്റെ പ്രഭാവം ഈ മാസം നിങ്ങൾക്ക് എത്രത്തോളം തുണയാകുമെന്നും ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഏതൊരു തടസ്സത്തെയും തകർത്തെറിയാനുള്ള ഉത്രാടം എന്ന പേരിന്റെ അർത്ഥം അന്വർത്ഥമാക്കാൻ നിങ്ങൾ സജ്ജരാവുക. ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഈ മാസം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. സൂര്യന്റെ സ്വാധീനം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ആത്മവിശ്വാസം നൽകുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ സഹപ്രവർത്തകരുടെ ബന്ധത്തെ ബാധിച്ചേക്കാം. സർക്കാർ ജോലിയിലുള്ളവർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർക്കും ഈ മാസം ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. എന്നാൽ പദവിയിലിരിക്കുമ്പോൾ കീഴ് ജീവനക്കാരോട് പെരുമാറുമ്പോൾ മിതത്വം പാലിക്കണം. അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിച്ചേക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇത് നിക്ഷേപങ്ങളുടെയും വിപുലീകരണത്തിന്റെയും മാസമാണ്. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായ നിയമോപദേശം തേടുന്നത് നന്നായിരിക്കും. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും വിപണിയിലെ ചാഞ്ചാട്ടം നിങ്ങളെ അല്പം ആശങ്കയിലാക്കിയേക്കാം. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനുകൾ നടപ്പിലാക്കാൻ ഈ മാസം അനുകൂലമാണ്. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ മികച്ച വേദികൾ ഒരുങ്ങും. പ്രശസ്തിയും ആദരവും നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 മാർച്ച് മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളും വന്നു ചേരും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കളോ ധനമോ ഈ മാസം കൈവശം വന്നു ചേരും. ശമ്പള വർധനവിനോ ബോണസിനോ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. വീട് അറ്റകുറ്റപ്പണി നടത്താനോ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾക്കായി ചെറിയ തുക മാറ്റിവെക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുമ്പോൾ നിയന്ത്രണം പാലിക്കുക, അല്ലെങ്കിൽ മാസാവസാനം സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം അത്ര ഗുണകരമാകില്ല. സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ഭൂമി ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം.
കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുമെങ്കിലും ചില ചെറിയ അസ്വാരസ്യങ്ങൾ പ്രകടമായേക്കാം. ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. ജോലി സംബന്ധമായ സമ്മർദ്ദം കുടുംബത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. ദൂരയാത്രകൾ ദമ്പതികൾക്കിടയിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി സമാധാനം കൈവരും. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും. വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനായുള്ള മാറ്റങ്ങൾ വരുത്തും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെയധികം ഏകാഗ്രത ആവശ്യമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്യാൻ മികച്ച അവസരം കൈവരാം. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനാകും. അധ്യാപകരുടെ പിന്തുണയും മാർഗനിർദ്ദേശവും വലിയ തുണയാകും. ആരോഗ്യകാര്യത്തിലൊട്ടും അശ്രദ്ധ പാടില്ലാത്ത മാസമാണ്. ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദവും ശാരീരികമായ ക്ഷീണവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണകാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക. വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണം നിയന്ത്രിക്കുക. യോഗയോ ധ്യാനമോ ശീലമാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കാൻ ഇത് ഉപകരിക്കും. ആത്മീയമായി വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന മാസമാണിത്. ഈശ്വര വിശ്വാസം വർദ്ധിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. ദിവസവും അല്പനേരം ഏകാന്തമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സൂര്യന്റെ നക്ഷത്രമായതിനാൽ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് തൊഴിലിൽ ഉന്നതിയും ആരോഗ്യവും നൽകും. പാവപ്പെട്ടവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് ജാതകദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. വിശ്വദേവകളെ ധ്യാനിക്കുന്നത് കാര്യവിജയത്തിന് ഉത്തമമാണ്. ആദിത്യ ഹൃദയ മന്ത്രം ദിവസവും പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ജപിക്കുന്നത് ശത്രുദോഷം അകറ്റാനും രോഗശാന്തിക്കും സഹായിക്കും. ഞായറാഴ്ചയും ഉത്രാട നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ്. ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സൂര്യശാന്തി ഹോമം നടത്താവുന്നതാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ പൊതുവെ ദോഷഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ഈ കാലയളവിൽ വിധിപ്രകാരമുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. അമിത വേഗത ഒഴിവാക്കുക. വാഹനത്തിന് ചെറിയ തകരാറുകൾ കണ്ടാൽ ഉടൻ പരിഹരിക്കുക. സംസാരിക്കുമ്പോൾ പരുഷമായ വാക്കുകൾ ഒഴിവാക്കുക. നിങ്ങളുടെ തമാശകൾ പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയുണ്ട്. പ്രത്യേകിച്ചും ഔദ്യോഗിക ചർച്ചകളിൽ മിതത്വം പാലിക്കുക. കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കുമെങ്കിലും അന്തിമ വിധിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വന്നേക്കാം. രേഖകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. ഞായറാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും സൂര്യഭഗവാനെ ആരാധിക്കുന്നതും ഉത്തമമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തി ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിപ്പിക്കുന്നത് മാനസിക സമാധാനം നൽകും. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളോ ചുവപ്പ് കലർന്ന നിറങ്ങളോ ധരിക്കുന്നത് പോസിറ്റീവ് ഊർജം നൽകും. മുതിർന്നവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുക. 2026 മാർച്ച് മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് മുന്നേറ്റത്തിന്റെ മാസമാണ്. വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ബുദ്ധിശക്തിയും ക്ഷമയും കൊണ്ട് അവയെ മറികടക്കാൻ സാധിക്കും. പണമിടപാടുകളിലും സംസാരത്തിലും നിയന്ത്രണം പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. വിജയം നിങ്ങളെ തേടിയെത്തും.